ഹായ് മക്കളെ, ഓണപരീക്ഷ കഴിഞ്ഞു, ഓണം വെക്കേഷൻ കഴിഞ്ഞു, സ്കൂൾ തുറന്നു, പേപ്പറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ലേ? അപ്പൊ ഏതൊക്കെ പേപ്പർ കിട്ടി, ഏതിനൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ഉണ്ട്, വീഡിയോസ് കണ്ടിട്ട് ഉപകാരപ്പെട്ടോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് വലിയൊരു ഓണം ഓഫർ ഉണ്ട്. നമ്മളുടെ യുവർ ഓൺലൈൻ ടീച്ചറിന്റെ ഇനിയുള്ള മുഴുവൻ ക്ലാസ്സുകളും ഫുൾ ഇയറിലേക്കുള്ള മാർച്ച് വരെയുള്ള ഫുൾ ക്ലാസ്സുകളും വമ്പിച്ച ഓഫറിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ വൺ ടൈം പേയ്മെന്റ് നടത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസിൽ വലിയൊരു ഇളവുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബാച്ചിലേക്ക്, ഈ ഫുൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് സിലബസ് കവറേജ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, നോട്ട്സ്, മെന്റർഷിപ്പ്, ഡൗട്ട് ക്ലിയറൻസസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. അപ്പൊ ഓണത്തിന് നമ്മുടെ ചാനലൊക്കെ കണ്ട് ചാനലിലെ വീഡിയോസ് ഒക്കെ കൊണ്ട് നിങ്ങൾ പഠിച്ചല്ലേ, അത് എത്ര മിനിറ്റ് ആണ്? 10-15 മിനിറ്റ് ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടു പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര ഒരു മാറ്റം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരുത്താൻ സാധിച്ചെങ്കിൽ 1 മണിക്കൂറിന്റെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കും. ഏതായി സെപ്റ്റംബർ മാസം തീരാറായാലും ഒക്ടോബർ 1 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. എപ്പോ ആണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എപ്പോൾ ജോയിൻ ചെയ്താലും മുന്നേ ഉള്ള റെക്കോർഡ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അഡ്മിഷൻ ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഹായ് +2 എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് +2 ഇംഗ്ലീഷിലെ ഇർഫൻ ആലത്തിന്റെ ഇന്റർവ്യൂ പകുതി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ബാക്കിയാണ് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നോക്കാം. ഞാൻ ചോദിക്കുന്നുണ്ട്, when did this turn into a true social venture? ഇത് ആദ്യം ഒരു സോഷ്യൽ വെഞ്ചർ അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് എപ്പോഴാണ് ഒരു ട്രൂ സോഷ്യൽ വെഞ്ചർ ആയിട്ട് മാറിയത്? അപ്പൊ ഇർഫൻ ആലം പറയാണ്, as I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. ഈ റിക്ഷോ പുള്ളേഴ്സിന്റെ പ്ലൈറ്റ് എന്ന് വെച്ചാൽ അവസ്ഥയെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇതൊരു സോഷ്യൽ കോസ് ആയിട്ട് മാറിയത്. അത് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഇതെന്റെ ബിസിനസ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് മാറിയത്. There are about 10 million rickshaw operating in India. ഇന്ത്യയിലെ 10 million rickshaws ആ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. അപ്പൊ ഈ റിക്ഷ പുള്ളേഴ്സ് മിക്കവരുടെയും കേസ് എടുക്കുകയാണെങ്കിൽ ആർക്കും ഈ റിക്ഷ സ്വന്തമായിട്ടില്ല. ഓരോ ദിവസവും 30-40 രൂപ റെന്റ് കൊടുത്തിട്ടാണ് ഇവർ ഇത് എടുക്കുന്നത്. The money they make after paying the rent is barely sufficient to sustain their families. അപ്പൊ ഈ റെന്റ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു തുച്ഛം പൈസ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ they continue to remain at the bottom of the pyramid. പിരമിഡ് ഉണ്ടല്ലോ, അതായത് ടോപ്പ് ക്ലാസ് അല്ലെ, ടോപ്പ് ക്ലാസ്, മിഡിൽ ക്ലാസ്, അങ്ങനെ ആ പിരമിഡിന്റെ ഏറ്റവും താഴെത്തട്ടില് ആയിരിക്കും ഇവരെ എല്ലാ കാലവും. അതെന്തുകൊണ്ടാ? ഇങ്ങനെ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. I thought if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. അപ്പൊ ഞാൻ എന്ത് കരുതി, ഈ റിക്ഷ പുള്ളേഴ്സിനെ ഒക്കെ ഒന്ന് എംപവർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും മെച്ചാണ്, എനിക്കും മെച്ചാണ് അല്ലെ. വിൻ-വിൻ സിറ്റുവേഷൻ എന്നാ പറഞ്ഞു. വിൻ-വിൻ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് രണ്ടാൾക്കും മെച്ചാണ്. സോ ആൻഡ് പറയാണ്, I firmly believe in CK Prahlad's idea that businesses can be successful by targeting the bottom of the pyramid. അപ്പോൾ CK പ്രഹ്ലാദിന്റെ ഐഡിയനോട് ഞാൻ യോജിക്കുന്നു. എന്താ അദ്ദേഹത്തിന്റെ ഐഡിയ? അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ? ആ പിരമിഡിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള എപ്പോഴും താഴെത്തട്ടിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലാണ് അത് വിജയിക്കുള്ളൂ. ആൻഡ് അങ്ങനെ സമാൻ എന്ന പേരിൽ Saman was finally founded in 2007. 2007 with the seed money from family and friends. എന്താ സീഡ് മണി? സീഡ് മണി എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട പൈസയാണ്. അപ്പൊ അതാണ് സീഡ് മണി. അപ്പൊ അത് ഏതിനാ? ബിസിനസ് വാസികരിൽ നിന്നല്ല, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന്റെ അടുത്തുനിന്ന് സ്വരുക്കൂട്ടി സീഡ് മണിയോട് കൂടിയിട്ട് 2007 സമ്മൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then
ഇനി എന്താ സമ്മാനിൽ നടക്കുന്നതെന്നാ ചോദിക്കുന്നത്. ക്യാൻ യു ഡിസ്ക്രൈബ് ദി ഓപ്പറേഷൻ മോഡൽ ഓഫ് സമ്മാൻ? സമ്മാൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറയാണ്, when a rickshaw puller approaches സമ്മാൻ ഫൗണ്ടേഷന് ഒരു റിക്ഷ പുള്ളർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ we first go through a verification process. ആദ്യം വെരിഫിക്കേഷൻ, അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യും. അതിനുശേഷം the operator is then given training on basic etiquette and traffic rules. അതായത് ബേസിക് എറ്റിക്വേറ്റ് എന്ന് വെച്ചാൽ ബിഹേവിയർ, എങ്ങനെ പെരുമാറണം. റിക്ഷ പുള്ളേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അല്ലേ. അപ്പൊ എങ്ങനെ ആളുകളോട് നമ്മൾ പെരുമാറണം, ട്രാഫിക് റൂൾസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ പാലിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണ്. And then we approach the banks and help them get a loan for a new rickshaw. എന്നിട്ട് ഇവരോട് കൂടി തന്നെ എന്ത് ചെയ്യും, ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇവരുടെ വണ്ടി വാങ്ങിക്കാനുള്ള ലോൺ, ഇവര് ചെന്നാൽ ബാങ്കുകാർ ലോൺ കൊടുക്കില്ലല്ലോ, അപ്പൊ അതിന് പകരം ഇവർക്കൊരു ഗ്യാരണ്ടർ ആയിട്ട് നിന്നുകൊണ്ട് ലോൺ ഇവർക്ക് അപ്രൂവ് ആക്കി കൊടുക്കും. Previously banks were very reluctant to give loans to this section of the society. പണ്ട് ആദ്യത്തിലൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻ എന്താണ്, ബാങ്കുകാർ ലോൺ തരില്ലായിരുന്നു. കാരണം എന്താ, ഇവരുടെ തിരിച്ചടയ്ക്കാൻ പൈസ ഉണ്ടാവില്ല എന്ന് ബാങ്കിന് അറിയാവുന്നതുകൊണ്ട്. Now since we stand as guarantors, ഇപ്പൊ ഞങ്ങൾ guarantors ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് these rickshaw pullers have access to credit. അങ്ങനെ അവർക്ക് ക്രെഡിറ്റിലേക്ക് ആക്സസ് ഉണ്ട്. അതായത് വളരെ എളുപ്പത്തിൽ ലോൺ കിട്ടും. ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. The rickshaw pullers feel truly empowered when they drive their own vehicle. അല്ലേ, സ്വന്തം വണ്ടി ഓടിക്കാന്ന് പറയുന്ന ഒരു സന്തോഷമാണ് അല്ലേ. അപ്പൊ അവർക്കൊരു അഭിമാനമാണ് സ്വന്തം വണ്ടി ഓടിക്കുമ്പോൾ. We provide the rickshaw pullers with accident and health insurance. കൂടാതെ ആക്സിഡന്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. And each driver is given an ID card. ഓരോ ഡ്രൈവർക്കും ഒരു ID കാർഡും and is required to wear a uniform while operating the rickshaw. റിക്ഷ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫോം ധരിക്കണം നിർബന്ധമാണ്. The rickshaw puller now becomes a part of the Samman family. അങ്ങനെ ആ rickshaw puller Samman ഫൗണ്ടേഷന്റെ ആ ഫാമിലിയുടെ ഒരു പാർട്ടായിട്ട് മാറാണ്. Then how does Samman help increase the revenue of the rickshaw pullers? How does Samman itself get its revenue? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി റിക്ഷ പുള്ളേഴ്സിന്റെ വരുമാനം കൂട്ടിയത്, അതുപോലെ സമ്മാൻ ഫൗണ്ടേഷന് വരുമാനം കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, Samman rickshaws are designed in such a way that they have plenty of space to display advertisement. റിക്ഷോയിൽ ഒരു അടിമുടി മാറ്റം വരുത്തിയേക്കാണ്. അപ്പോൾ ആ റീഡിസൈൻ ചെയ്തതിൽ എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. Several local and national brands place their advertisements here. അപ്പൊ അവരൊക്കെ ലോക്കൽ നാഷണൽ ബ്രാൻഡുകളൊക്കെ എന്ത് ചെയ്യും, ഈ റിക്ഷോയിൽ ഇവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അങ്ങനെ അഡ്വർടൈസ്മെന്റിലൂടെ റവന്യൂ കിട്ടുമല്ലോ. സോ ദ അഡ്വർടൈസ്മെന്റ് റവന്യൂ ഈസ് സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ Samman and the rickshaw pullers. അപ്പൊ ആ പരസ്യത്തിന് പകുതി പൈസ സമ്മാൻ ഫൗണ്ടേഷന് കിട്ടും, ബാക്കി പകുതി റിക്ഷ പുള്ളർക്ക് കിട്ടും. അതുകൂടാതെ also rickshaw pullers can choose to sell water, fruit juice, cell phone, prepaid card, etc. ഇത് കൂടാതെ സെൽഫോൺ, വാട്ടർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് ഇതിൽ എന്ത് ചെയ്യാം, എക്സ്ട്രാ വിൽക്കാം. ഇൻ ദാറ്റ് കേസ് they come to a central rickshaw yard in the morning and load up their waste. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർ എന്ത് ചെയ്യും, ഒരു ലൊക്കേഷൻ അവർക്ക് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഇവർ വരും, അവിടെ നിന്ന് സാധനങ്ങൾ ലോഡ് ചെയ്തുകൊണ്ട് പോകും. At the end of the day, എന്നിട്ട് ആ ദിവസത്തിന്റെ അവസാനം the profit from their sale is split between them and Samman. പ്രോഫിറ്റ് അങ്ങനെ സമ്മാൻ ഫൗണ്ടേഷൻ ഇവർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും ആ സാധനങ്ങൾ വിറ്റ് കിട്ടിയ പൈസ. The money that rickshaw pullers earn by transporting the passengers is solely theirs. അത് കണ്ടോ, അവര് റിക്ഷ പുള്ളേഴ്സ് ആ പാസഞ്ചേഴ്സിന് കൊണ്ടുപോയ പൈസ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതൊരു സോഷ്യൽ വെഞ്ചർ ആയിട്ട് മാറിയത്. അങ്ങനെ the revenue of our rickshaw pullers have increased 30 to 40. 30 മുതൽ 40% വരെ റിക്ഷ പുള്ളേഴ്സിന്റെ റവന്യൂ കൂടി. There are several other benefits on which we cannot put a monetary value. ഒരു സാമ്പത്തിക മൂല്യം കൊടുക്കാൻ പറ്റാത്ത വേറെയും ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. Rickshaw pullers now have a sense of belonging and empowerment. അല്ലെ, സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടൊരു വണ്ടി, സ്വന്തമായിട്ടൊരു ജോലി. അപ്പൊ അവർക്കൊരു എന്താണ്, ഒരു empowered feeling ആണ് വരുന്നത്. And children of the operators and their spouses attend free evening classes called Samman Gyan. Samman Gyan എന്ന് പറഞ്ഞിട്ട് ഈ റിക്ഷ പുള്ളേഴ്സിന്റെ കുട്ടികൾക്കും സ്പൗസസിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട്നേഴ്സിനൊക്കെ ഇവര് ഈവനിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. Samman has brought dignity and inclusion to those who were previously considered menial laborers. പണ്ട്
മീനിയൽ ലേബേഴ്സ്, അതായത് വളരെ കുറഞ്ഞ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ആളുകൾ മുദ്ര കുത്തിക്കൊണ്ടിരുന്ന ആ ഒരു കൂട്ടം ആളുകൾക്ക് സമ്മാൻ ഫൗണ്ടേഷൻ എന്താ, ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, അതായത് അന്തസ്സും സമൂഹത്തിലേക്ക് ഒരു ചേർത്ത് പിടിക്കലും ഒക്കെ കൊടുത്തിരിക്കുകയാണ് സമ്മാൻ ഫൗണ്ടേഷൻ. ഇൻ അഡീഷൻ അതുകൂടാതെ ഐ ആം വെരി ഹാപ്പി ടു സേ ദാറ്റ് സമ്മാൻ ഇറ്റ്സെൽഫ് ഈസ് പ്രോഫിറ്റബിൾ, സമ്മാൻ പ്രോഫിറ്റബിളും ആണ്. ലാസ്റ്റ് ഫിസ്ക്കൽ ഇയർ വി മെയ്ഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 8 lakh rupees. കഴിഞ്ഞ വർഷം 8 ലക്ഷം രൂപ പ്രോഫിറ്റും കിട്ടി ആൻഡ് എ റവന്യൂ ഓഫ് 50 lakh rupees. 50 ലക്ഷം രൂപ റവന്യൂ കിട്ടി. ആൻഡ് മൈ മെന്റേഴ്സ് ഹാവ് ബീൻ എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത. ഈ റിക്ഷോ എന്നൊക്കെ പറയുമ്പോൾ അത് പൊല്യൂഷൻ ഫ്രീ ആണല്ലോ, അപ്പോൾ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ മെന്റേഴ്സ്. ഇനി does സമ്മാൻ get directly involved in micro financing, അതായത് ലോൺ എടുത്ത് കൊടുക്കുന്നതുണ്ടല്ലോ, സമ്മാൻ നേരിട്ട് അതിൽ ഇടപാടുണ്ടോന്ന്, അങ്ങനെ ലോൺ ഇവർക്ക് കൊടുക്കുന്നതിൽ. അപ്പൊ പറയാണ് നോ, വി ഡു നോട്ട് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് റിക്ഷോ പുള്ളേഴ്സിന് നേരിട്ട് നമ്മളല്ല ലോൺ കൊടുക്കുന്നത്. വി ജസ്റ്റ് enable the rickshaw pullers to get finance from the bank. ബാങ്കിൽ നിന്ന് ഫിനാൻസ് കിട്ടാൻ അവരെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. Instead of paying rent for decades, the rickshaw pullers only pay bank loans installments and eventually become the owners of the rickshaws. കാലാകാലങ്ങളോളം ഇങ്ങനെ വെറുതെ റെന്റ് കൊടുത്തോണ്ടിരിക്കാതെ ബാങ്കിലേക്ക് ലോൺ തിരിച്ചടച്ച് ഇവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ വണ്ടിയുടെ ഓണേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ആരും സൈക്കിൾ റിക്ഷോസ് ഡൈയിങ് ബ്രീഡ്? സൈക്കിൾ റിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആകാൻ പോകുന്നതല്ലേ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയല്ലേ എന്ന് ചോദിക്കാണ്, അത് തീരാൻ പോകുന്നതല്ലേ എന്ന് ചോദിക്കാൻ പറയാണ്. റിക്ഷോസ് കണ്ടിന്യൂ ടു ബി പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദ കൺട്രി, അല്ലെ, രാജ്യത്തിന്റെ ഏത് ഭാഗത്തും റിക്ഷോസ് പോപ്പുലർ ആണ്. So the number of rickshaws in New Delhi has actually increased by 20% in the last 2 to 3 years. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഡൽഹിയില് റിക്ഷോസിന്റെ ന്യൂഡൽഹിയിലെ റിക്ഷോസിന്റെ എണ്ണം ഒരു 20% ഇൻക്രീസ് ആകാണ് ചെയ്തിരിക്കുന്നത്. The reason for this increase is that it has become the choicest form of transport to carry passengers to and from the metro station. Metro സ്റ്റേഷനിലേക്ക് പോകാനും അവിടുന്ന് വരാനൊക്കെ എളുപ്പം ഏതാണ്, റിക്ഷോസ് ആയതുകൊണ്ടാണ്. ഓൾസോ ഐ പേഴ്സണലി തിങ്ക്, മാത്രമല്ല ഞാൻ പേഴ്സണലി വിചാരിക്കുന്ന എന്താണ്, റിക്ഷോസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദി ഫ്യൂച്ചർ. ഭാവിയുടെ വെഹിക്കിൾ റിക്ഷോസ് ആണ്. കാരണം എന്താ, ദേ ആർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, പൊല്യൂഷൻ ഒന്നുമില്ല. ആൻഡ് വി ഹാവ് എൻ R&D വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ സോളാർ പവർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷോ. R&D എന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ആണ്, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ R&D എന്തിലാ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോളാർ പവറിൽ ഓടുന്ന ഫൈബർ ഗ്ലാസിന്റെ റിക്ഷോസ് എങ്ങനെ മേക്ക് ചെയ്യാം, അതിലൂടെ അങ്ങനെ സോളാർ പവറിൽ ഓടുന്ന ഒരു മോഡൽ ഞങ്ങൾ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then ചോദിക്കാണ്, what were your experience at the presidential entrepreneurship summit at the US? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടന്ന ഈ സമ്മിറ്റില് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അപ്പൊ പറയണം, I met some truly great people. It was indeed honor to talk to the Nobel Prize laureate മുഹമ്മദ് യൂനുസ്. ഒരുപാട് വലിയ വലിയ വ്യക്തികൾ കണ്ടു. നൊബേൽ പ്രൈസ് ലോറേറ്റ് ആയിട്ടുള്ള മുഹമ്മദ് യൂനുസുമായിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. And he invited me to Bangladesh to help set up a similar organization for the rickshaw workers there. ബംഗ്ലാദേശിലുള്ള റിക്ഷോ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. What is your advice to students on entrepreneurship? Entrepreneurshipന് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എന്ത് അഡ്വൈസ് കൊടുക്കാനുള്ളത്? അപ്പോൾ പറയാണ്, an entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. Entrepreneur എന്ന് വെച്ചാൽ ആരാണ്? ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുകയും അതൊരു സ്ഥാപനമാക്കി കൊണ്ടുവരാൻ വേണ്ടി വളരെ ഒരുപാട് എഫേർട്ടുകൾ ഇടുകയും ചെയ്യുന്ന ഒരാളാണ് entrepreneur. People generally discourage youth from treading this path. Treading എന്ന് വെച്ചാൽ ചവിട്ടുക. നമ്മൾ ആ പാത ചവിട്ടുന്നതിനെ ആളുകൾ എപ്പോഴും എന്താ ചെയ്യാറ്? നിരുത്സാഹപ്പെടുത്താണ് ചെയ്യാറുള്ളത്. But it is time to start thinking about entrepreneurship as a career. നിങ്ങളുടെ കരിയർ ചോദിക്കുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എന്ന് പറയാറ്. ബട്ട് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഒരു കരിയർ ആക്കി എടുക്കേണ്ട സമയം കഴിഞ്ഞു. ആസ് ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ടു ടാക്കിൾ അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ നമുക്ക് ഒഴിവാക്കാൻ, നേരിടാൻ ഇത് നമ്മളെ സഹായിക്കും. ഓണ്ടർപ്രണർഷിപ്പ് നമ്മളൊരു കരിയർ ആക്കി എടുക്കാനില്ല. കാരണം അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുമല്ലോ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഡ്രീം. നമ്മൾ സ്വപ്നം കാണാൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. വെറുതെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ആ സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തും കൂടി നമ്മൾ എടുക്കണം, റിസ്ക് കൂടി എടുക്കാൻ തയ്യാറാകണം. കാൽക്കുലേറ്റഡ് റിസ്ക്. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിംഗ് ദ ടൈം ടു ടോക്ക് ടു us. We wish you the very best for your unique journey. And parayana, thanks, it is with the blessings of my mentors and well wishes that I carry my journey forward. Then idu nu parayunnathu 2010 അദ്ദേഹം
സുജാത രാംപ്രസാദിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് ആഫ്റ്റർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റ് ഇൻ വാഷിംഗ്ടണിലെ ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റിൽ പങ്കെടുത്തതിന് ശേഷം സുജാത രാംപ്രസാദിന് കൊടുത്തൊരു ഇന്റർവ്യൂ ആണത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ്. അതല്ലാതെ ഇർഫാൻ ആലത്തിനെ പറ്റിയിട്ട് മേ ബി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ ചോദിക്കാം. അതല്ലാതെ ഈ ഒറ്റ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ല. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഒക്കെ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബിലൂടെ ചെയ്തു തരുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് പേർക്ക് എക്സാമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയതാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ എങ്ങനെ ഉണ്ടാകും താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.